ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നൊരു സമയത്ത് എനിക്കുണ്ടായൊരു എക്സ്പീരിയൻസാണ്. എന്നെ സംബന്ധിച്ച് ഒരു എൻ്റർപ്രണർ ആവണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായത് സ്ത്രീകളാണ് എനിക്ക് ഏറ്റവും പ്രചോദനം. എന്നെപ്പോലുള്ള സാധാരണ സ്ത്രീകളൊക്കെ സാധാരണ ലൈഫ് സ്റ്റൈലിലേക്ക് പല മേഖലകളിലും മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ ആവണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ടോപ്പ് ഏണർ ഒരു ലേഡിയാണ്, സുരേഖ ഭാർഗവ എന്നുള്ള ഒരു ലേഡിയാണ് എന്നുള്ളത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ അവർ കേരളത്തിൽ വരുന്നുണ്ട്, ഒരു സെമിനാറിന് വരുന്നുണ്ട് എന്ന് പറയുകയും ഞാൻ ആ സെമിനാറിൽ കുറച്ചൊക്കെ ടീമൊക്കെ എനിക്ക് ആ സമയത്തുണ്ട്, അവരൊക്കെ പോയിട്ട് സെമിനാർ അറ്റൻഡ് ചെയ്തു. പക്ഷെ എനിക്ക് ഇവരൊന്ന് അടുത്ത് കാണണം, അടുത്തറിയണം, ഒരു സെൽഫിയൊക്കെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലാഗ്രഹിച്ച അത് നടക്കുന്ന പോലെ കോഫി വിത്ത് മെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ടൈറ്റിൽ അച്ചീവ് ചെയ്ത ആളുകൾക്കൊക്കെ, സ്പെഷ്യൽ ടൈറ്റിലുകൾ അച്ചീവ് ചെയ്ത ആളുകൾക്കൊക്കെ ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് വേണം അവിടെ ആ പ്രോഗ്രാമിലെത്താൻ. പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ ആ പ്രോഗ്രാമിലേക്ക് ഒരു ടാക്സി അങ്ങ് വിളിച്ച് പോയി അതിലേക്ക് അറ്റൻഡ് ചെയ്യുകയും ആ ഒരു വീട്ടമ്മയിൽ നിന്ന് അവർ ഒരു എൻ്റർപ്രണറായി ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ലീഡറായി ഒരുപാട് ലീഡേഴ്സിനെ, ഒരുപാട് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഒരു ടോപ്പ് ഏണറിലേക്ക് 1 crore അബവ് ഇൻകം അച്ചീവ് ചെയ്യുന്ന ഒരു വീട്ടമ്മയായി മാറിയ അവരുടെ ആ ഒരു സക്സസ് സ്റ്റോറി എനിക്ക് നേരിട്ട് അറിയാൻ സാധിച്ചു. അതെനിക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിങ് ആയിരുന്നു ആ ഒരു സമയത്ത്. ശരിക്കും എന്നെ മുന്നോട്ട് നയിച്ചത് ഇവരുടെയൊക്കെ ഒരു സ്റ്റോറി വലിയ രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്.